അപ്പോൾ നമ്മൾ മല കയറി ഇതിൻ്റെ മേലെത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് അങ്ങനെ ഒരു കുറച്ചൊരു വ്യൂ ഇങ്ങനെ വന്നിട്ട് അവിടെ കുറച്ച് ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ പാസേജ്, അങ്ങനെ എൻട്രൻസ്. ഇതിലെങ്ങനെ കയറി പിന്നെ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ മേലോട്ട് പോവുക. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് ലാൻഡിങ്ങിലെത്തുക. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ അവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. കുറച്ച് സർബത്ത്, മോതിരം, തസ്ബീമാല തുടങ്ങിയിട്ടുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മേലത്തെ വ്യൂ കേട്ടോ. ഇവിടെ കച്ചവടക്കാരുണ്ട്, ഇങ്ങനെ തിരിഞ്ഞ ഇവിടെ കച്ചവടക്കാരുണ്ട്. മോതിരക്കല്ല്, തസ്ബീമാല തുടങ്ങിയിട്ടുള്ള എല്ലാ കച്ചവടവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു നിരന്ന ഭാഗം കണ്ടില്ലേ, ആൾക്കാർ അവിടെ നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ആൾ നിൽക്കുന്ന ബ്ലാക്ക് പർദ്ദയിട്ട മഞ്ഞ ഷർട്ടിട്ടതിൻ്റെ അപ്പുറത്ത് കുഴിയാണ്, സൈഡാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ എല്ലാ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ വന്നിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ താഴത്തേക്ക് ഇറങ്ങും. നമ്മളെ അൻവരി ഉസ്താദ് മടങ്ങി പോകും. ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങും. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വന്നാൽ ഇവിടെ ചെറിയൊരു നിസ്കരിക്കാനുള്ളൊരു ചെറിയൊരു സിമെൻ്റൊക്കെ ഇട്ട് ലെവലാക്കിയിട്ട് നിസ്കരിക്കാനും ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങും. അങ്ങനെ താഴോട്ട് ഇറങ്ങി ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഇറാ ഗുഹയിലേക്ക് പോണത്. അങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ ഒരു വട്ടം ഇറങ്ങിയതാണ്. അവിടെ ഞാൻ താഴത്തേക്ക് ഇറങ്ങൂല കേട്ടോ, ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഇറങ്ങി സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഇതെങ്ങനെ ഇറങ്ങിയിട്ട് ആൾ പോകണ്ടല്ലേ, അതിലെങ്ങനെ ഇറങ്ങിയിട്ട് ഇതിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങേണ്ടി വരുമല്ലോ. ऊपर से उठ जाना। ഇതെങ്ങനെ ഇറങ്ങി നല്ല സ്റ്റെപ്പ്, വലിയ സ്റ്റെപ്പാണ് കേട്ടോ. അത് ഇറങ്ങാൻ നല്ല പാടാണ്. ഇതിനകത്തേക്കാണ് ആൾക്കാർ പോകുന്നത്. കയറി പോയിക്കോ. വീണ്ടും ഞാൻ തിരിച്ചു കയറാം കേട്ടോ. ഗുഹയിലേക്ക് കയറുന്നതിൻ്റെ ഒരു വഴിയുടെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോസും ഉണ്ട് അതിനകത്ത്, ഞാൻ ഇട്ട് തരാം. കയറ്റം നല്ല വലിയ സ്റ്റെപ്പാണ്, നല്ല ഹൈറ്റുണ്ട്. കയറാൻ നല്ല പാടാണ്. നല്ലതുപോലെ ശ്വാസം തിങ്ങും കയറി ഇറങ്ങുമ്പോൾ. ആ ഒരു ഗുഹയുടെ ഉള്ളിലൂടെ പോയിട്ട് പുറത്തേക്ക് ആൾക്കാർ ഇറങ്ങുന്ന പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഇറങ്ങിയിട്ട് അതാണ് നമ്മളെ ഇറാ ഗുഹ എന്ന് പറയുന്ന ഗുഹ.
Herkes orada duruyor, sırada bekliyor. Sonra gidecek. Namaz kılmaya devam ediyorlar mı içeride? Buradan mı namaz kılınıyor? Buradan mı? Nerede kılınıyor? Sol tarafta, sol tarafta. Nerede namaz? Buradan mı? Çıkın yukarı. Öyle mi? Aynen. Solda bekle abla, bekle abla, gelemez. Ya bir de biraz yardımcı Öyle var kırla. Bilmiyorum ama. Gel, aşağı doğru gel, aşağı doğru. Görün. നല്ലൊരു ടാസ്ക് തന്നെയല്ലേ ഇത്? നല്ലൊരു ടാസ്ക് തന്നെയാണ് ഇതല്ലേ? Soldan girin, soldan girin. ആ ഇതിലെങ്ങനെ ഇപ്പുറത്തേക്ക് വരാല്ലേ? Soldan. Burada mukaddes burada. Çevreki. Girmediniz mi daha? Bunlar girmiş, biz girmemişiz. Namazı bekledik, geç kaldık. امسك ما في مشكلة. Sana selam getirdi ya Resulullah. Şöyle yola tutuyoruz. Muhammed ya Resulullah. Muhammed ya Resulullah. Gelmesin, kimse gelmesin. Hacı. سير. Çünkü başkası hakkında Enes ben. Siz soldan devam edin. Tamam. Sana mavi. Tamam söyleyeceğim. Allah koy. Çıkın. Hadi namaz mavi. Yok. Ana var dakika. Namaz faul. Sağlık doğru. Sağlık kulle nasıl? Allah koy. അതിനകത്തേക്ക് പോയി അവിടെയാണ് ഇതാണ് ഇറാ ഗുഹ എന്ന് പറയുന്ന ഗുഹ. അതിൻ്റെ ആ ഒരു ആളിരിക്കണുണ്ടോ? ആ മുസല്ലൊക്കെ ഇട്ടിട്ടില്ല അവിടെ ആ നീല മുസല്ല കണ്ടില്ലേ? അതിനകത്ത് അവിടെയാണ് റസൂൽ ഇരുന്നത്. അവിടെ റസൂൽ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിന്നെ മടിയിൽ തല വെച്ചിട്ട് കിടന്നതും അതിൻ്റെ ഉള്ളിലൊരു ചെറിയ മറ്റേ ഇതുണ്ട്, പൊത്തുണ്ട്. അതിലാണ് പാമ്പിനെ കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു കാലുകൊണ്ട് അടച്ചത്. അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇനിയിപ്പോൾ അവിടെ ഭയങ്കര തിരക്കായതിനെ കൊണ്ട് ഞാൻ പോകുന്നില്ല. ഇതിലാണ് ആൾക്കാർ കയറി വരിക. ഇപ്പോൾ ഞാൻ ആ ഗുഹയുടെ ഒരു ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചില്ലേ, അതുകൊണ്ട് ഇതിലാണ് ആൾക്കാർ പാസേജ്, ആ ഒരു പാറ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ആൾക്കാർ അങ്ങോട്ട് വരുന്നതും അതിലാണ് തന്നെ പുറത്തേക്ക് തിരിച്ചിറങ്ങുന്നതും.
ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ഇനിയിപ്പോൾ ഞാൻ അവിടുന്ന് തിരിച്ച് റിട്ടേൺ തന്നെ കാണിക്കുകയാണ്, കുറേ സമയം വെറുതെ സ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയാണ് പോണത് അതിൻ്റെ താഴത്തേക്ക്. അപ്പോൾ ഞാൻ അടുത്ത ആ ഒരു ഭാഗത്ത് ചെന്നിട്ടാണ് ഇനി ഞാൻ അടുത്ത ഇത് കാണിക്കുള്ളൂ കേട്ടോ. അത് അത്രയും ഭാഗമാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. അപ്പോൾ ഞാൻ അവിടെ തിരിച്ച് കാണിക്കാം. നേരത്തെ ഞാൻ മേലെന്നാണ് വ്യൂ കാണിച്ചത്, പിന്നെ ഞാൻ താഴത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ആൾക്കാരിങ്ങനെ നമ്മളെ ഗ്രൂപ്പിൻ്റെ ആൾക്കാരും പിന്നെ അല്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഞാനിതായി ഒരായിട്ട് ഇവിടെയാണ് ഞാൻ കാണിച്ച് നിർത്തിയത്. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ള താഴത്തേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കട്ട് ചെയ്താണ് കാണിക്കുന്നത്. മല കയറുന്നതൊക്കെ സെയിം തന്നെ, പക്ഷെ അതിൻ്റെ മേലെന്താണെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുത്താൽ ഭയങ്കര വൈബ്രേറ്റിങ് ആയിരിക്കും. ഇത് കൂടുതലാണ്, കാരണം നല്ല കയറ്റമാണ്, കയറി ഇറങ്ങാൻ നല്ല പാടാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുണ്ട്, ഇതിലെങ്ങനെ ഇറങ്ങി അവിടെ കുറച്ച് ഭാഗമായിട്ട് പിന്നെ സ്റ്റെപ്പും നിരന്ന മറ്റേ ഇതുണ്ട്, സ്റ്റെപ്പും ഉണ്ട് ഒരു ഭാഗത്ത്, പിന്നെ റോഡ് പോലെയുള്ള നിരന്ന സ്ഥലമുണ്ട് ചെറിയ കയറ്റമായിട്ട്. അപ്പോൾ അത് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടില്ലേ, സോ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ആ ഒരറ്റം കണ്ടില്ലേ, വണ്ടികളൊക്കെ നിർത്തിയിരുന്നു അവിടുത്തെ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് അവിടെ ഒരു ചെറിയൊരു കട്ടിങ്ങാണ് കേട്ടോ. ഇവിടെ ഭാഗത്ത് യൂട്ടെടുത്തിരിഞ്ഞ് പിന്നെ അതിലൊക്കെ കയറി ചുരം തന്നെ കയറി ഇങ്ങനെ വന്ന് പിന്നെ ഇതിലെങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ ഒരു 2-3 കട്ടിങ് ഇവിടെ കയറുന്നുണ്ട് കേട്ടോ. ഇതിലങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കയറി നമ്മളെ ഗ്രൂപ്പിൻ്റെ ആൾക്കാരങ്ങനെ പോകും. പിന്നെ ഞാൻ ആ ആംഗിളിൽ നിന്ന് കാണിക്കാം. ഇനി ഞാൻ ആ താഴത്തുനിന്നാണ് ഞാൻ അടുത്ത ഷോട്ട് എടുക്കുള്ളൂ കേട്ടോ. ആ വളവെന്ന് ആ മഞ്ഞ ഷർട്ടിൻ്റെ അടുത്ത സ്റ്റെപ്പില്ല അവിടുന്ന് ഇവിടെ 2-3 കട്ടിങ് വേണ്ട ഇങ്ങനെ വളഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോയി താഴത്തെ സ്റ്റെപ്പ് വന്ന് താഴത്തേക്ക് പോയി അവിടെ യൂട്ടറടിച്ച് അങ്ങനെ തിരിഞ്ഞ് അങ്ങനെ പോയിട്ടാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി എന്നിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ കയറി അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടല്ലേ, അതിലിങ്ങനെ വന്ന് ഇതിലെങ്ങനെ കയറി അങ്ങനെ പോകും. ഞാനിതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷൻ, അതായത് ഈ മല വരെ നമുക്ക് ഒരു എൻട്രൻസ് 2 ടൈപ്പിൽ വരുന്നുണ്ട്. ഒന്ന് നമ്മൾ മഡ് റോഡായിട്ട് ഉള്ളത് വരുന്നുണ്ട്, പിന്നെ കുറച്ച് ഭാഗം നമുക്ക് സ്റ്റെപ്പായിട്ട് സ്റ്റെയർ വരുന്നുണ്ട്. പിന്നെ ഈ മഡ് റോഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാറയിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അവിടെ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ 2 ആൾക്കാർ പോണേ, അവിടെ നിന്ന് അങ്ങനെ കയറിയിട്ട് അങ്ങനെ ആ നീല തൊട്ടിട്ടിട്ട് വരുന്ന ആൾക്കാരില്ലേ അങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ അവരങ്ങനെ മേലോട്ട് പോകും. ഇതാണ് അവിടെ ഒരു വീണ്ടും മേലോട്ട് അങ്ങനെ പോയി അവിടെ കട്ടിങ്, അവിടെ നിന്ന് അങ്ങനെ മേലോട്ട് വീണ്ടും അങ്ങനെ മേലോട്ട് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ സ്റ്റെപ്പ് കയറിയാണ് നമ്മൾ ആ ലാൻഡിങ് എത്തണം. നമ്മൾ ഫസ്റ്റ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാൻഡിങ് അവിടെ നിന്നാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നല്ല ഇരുട്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് റിട്ടേൺ ഇറങ്ങുന്ന വീഡിയോസാണ് ഞാൻ മുറിച്ച് കാണിച്ചേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മളെ മലയുടെ
ജബലന്നൂർ പർവ്വതത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറേ പ്രായ ആൾക്കാർക്കൊക്കെ ഇതിൽ കയറലൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഇപ്പോൾ ഞങ്ങളെ കൂടെ വന്ന തന്നെ 20 ചില്ലാൻ ആൾക്കാർ വന്നിട്ട് 7-8 ആൾക്കാർ കയറിയില്ല. അത്തരം ആൾക്കാർക്ക് ഇതിൻ്റെ മേലെ എന്താണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പരമാവധി എല്ലാവരും അറിയുന്ന ആൾക്കാർക്കൊക്കെ ഈ പോകാൻ കഴിയാത്ത ആൾക്കാർക്കൊക്കെ ഇത് വീഡിയോ കാണിച്ചു കൊടുക്കും. അവിടെയാണ് നമ്മളിപ്പം കട്ട് ചെയ്ത് നമ്മൾ ലാസ്റ്റ് വീഡിയോ നിർത്തിയത്. ഇത് മഡ് റോഡിൻ്റെ ഒരു എൻഡ് കോർണറാണ്. ഞാനിവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഡ് റോഡും പിന്നെ സ്റ്റെയറായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ വൈഡായിട്ട് തിരിഞ്ഞു പോണത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നീലത്തട്ടിട്ട് ആൾക്കാർ വരുന്നുണ്ടല്ലോ, അങ്ങനെ പോയിട്ടാണ് മലയിലേക്ക് എത്തുന്നത്. ഇവിടെയാണ് പാസേജ്. ഇനി ഇതിങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് തിരിയാൻ പോകണം. ഇതിവിടെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് മഡ് റോഡ് വരുന്ന ഭാഗമാണ്. അപ്പം ഇങ്ങനെ അവിടെ മഡ് റോഡ് ഇങ്ങനെ വരും. ഇവിടെ സ്റ്റെയർ കയറി വരുന്നത് ഇങ്ങനെയാണ്. മഡ് റോഡ് കുറച്ചുകൂടി വൈഡായിട്ടാണ് വരുന്നത്. ഇതിങ്ങനെ സ്റ്റെയർ കയറി വരുന്ന സ്ഥലമാണ്. ഈ സ്റ്റെയർ കയറി വരുമ്പോൾ ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. എന്താ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ടല്ലോ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരുന്ന്. ഇതാണ് ഇവിടെ ഒരു കട്ടിങ് വരുന്നത്. അവിടെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വരുന്നതുണ്ടോ, അവിടെ നിന്നാണ് സ്റ്റെപ്പ് ടൈമിങ്. അവിടെ നിന്ന് അങ്ങനെ മഡ് റോഡാണ്. നമ്മളവിടെ കാണിച്ച ആ മഡ് റോഡ് ഇങ്ങനെ കയറിയിട്ട് ഇതിലിങ്ങനെ 2 താഴത്തുനിന്ന് വരുന്ന റോഡും മേലെ അവിടെ നിന്ന് വരുന്ന റോഡും ഇങ്ങനെ യൂട്ടൺ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എന്നിട്ട് ആ മല ഇങ്ങനെ ചുറ്റി വരുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ലെങ്ത്ത് വരും. അതുപോലെ ഇതിൽ സ്റ്റെയറിൽ പോകുമ്പോൾ നമുക്ക് പിടിക്കാനുള്ള ഒരു ഹാൻഡ് റെയിലും ഉണ്ട്. പോരാത്തതിന് നമുക്ക് ഈ സ്റ്റെപ്പുകളിലൊക്കെ ഇരിക്കാനും പറ്റും കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ കാണിക്കുന്നത് താഴത്തുനിന്ന് കാണിക്കുള്ളൂ. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല താഴത്ത് എന്ന് പറഞ്ഞ് അവരെ താഴത്തേക്ക് ഇനി ഇതാ നമുക്ക് ഒരു ഏകദേശം മീറ്ററിന് കൂട്ടുമ്പോൾ ഒരു 10-200 1 കിലോമീറ്ററിലധികം ഉണ്ടാവും തോന്നുന്നുണ്ട്. എന്തായാലും അവിടെ എത്തുമ്പോൾ ഇനി അടുത്ത ടേണിങ്ങിൽ ഞാൻ കാണിച്ചു തരാം. ശ്വാസം വിട്ടോ പ്രശ്നമില്ല. അങ്ങോട്ട് കയറിയപ്പോഴായിരുന്നു പ്രശ്നം അല്ലേ? ഇതാണ് മഡ് റോഡ്. ഇങ്ങനെ യൂട്ടൺ ചെയ്ത് പോകുന്നത്. ഒരുപാട് ലെങ്ത്ത് കൂടും കേട്ടോ. നമ്മളിങ്ങനെ ഇവിടെയാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വരുന്ന ഒരു ടേണിങ് ആട്ടത്. ഇത് മഡ് റോഡാണ്. ഇതിങ്ങനെ അവിടെ നിന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലേ, അതിൽ യൂട്ടൺ ചെയ്തിട്ട് വേണം വരാൻ. ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ അവർക്ക് കൂടുതൽ നടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളെ ഐസിൽ നടക്കുന്ന വടിയൊക്കെ വെച്ചിട്ടാണ് ആൾ നടക്കുന്നത് അല്ല. അങ്ങനെ പോയിട്ടാണ് മഡ് റോഡ് അവിടെ യൂട്ടൺ ആവുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ റോഡിന് വഴി വീണ്ടും പോകണം. എന്നിട്ടാണ് ഇത് തീരുള്ളൂ. നമ്മൾ ഈ സ്റ്റെപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ആശ്വാസമാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി തന്നെ പോകാം. ഇവിടെ നിന്നാണ് നമ്മളെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ നമുക്ക് വരുന്നത് മഡ് റോഡിൽ തന്നെയാണ് ഫുള്ളായിട്ട് വരുന്നത്. അവിടെ ഒരു കുറഞ്ഞ ഭാഗത്ത് ചെറിയ സ്റ്റെപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കയറുന്നതാണ് ഒരു വലിയ ടാസ്ക്. ഇതുണ്ടോ, ഇങ്ങനെ കയറി അങ്ങനെ പോയി ഈ മഡ് റോഡിൻ്റെ വഴി ഉണ്ടല്ലേ, അങ്ങനെ തിരിയും. സ്റ്റെപ്പ് ഇതായി കോർണറിൽ തിരിയും. എന്നിട്ട് ഇവിടെ വന്ന് അവിടുന്ന് വീണ്ടും തിരിഞ്ഞ് മേലോട്ട് പോയി, അവിടുന്ന് വീണ്ടും തിരിഞ്ഞ് മേലോട്ട് പോയി, പിന്നെ അങ്ങനെ അതിലേ പോയി, അങ്ങനെ പോയി 2 ചെറിയ കുന്നിൻ്റെ അപ്പുറത്തോടുള്ള വഴി. പിന്നെ അവിടെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പാറ കയറാൻ തുടങ്ങുന്നത് അവിടെയാണ്. ഇതുണ്ടല്ലേ,